ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഫാറ്റ്സിനെ പറ്റിയാണ്. അപ്പൊ ഫാറ്റ്സിന്റെ അകത്ത് 9 കിലോ കലോറി ഓഫ് എനർജി പെർ ഗ്രാം ഓഫ് ഫാറ്റ് ആണ് വരുന്നത്. 9 കിലോ കലോറി പെർ ഗ്രാം ഓഫ് ഫാറ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ വരുന്നത്. അതുപോലെ തന്നെ ഫാറ്റിന്റെ അകത്ത് ഒരു മോളിക്യൂള് ഗ്ലിസറോളും എന്നാൽ 3 മോളിക്യൂള് ഫാറ്റി ആസിഡുമാണ് ഉള്ളത്. ഫാറ്റി ആസിഡ് 3 മോളിക്യൂളാന്ന് കിട്ടാൻ എളുപ്പമാണ്, കാരണം ഫാറ്റില് 3 ലെറ്റേഴ്സേ ഉള്ളൂ, FAT. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കിട്ടും 3 മോളിക്യൂൾ ഓഫ് ഫാറ്റി ആസിഡ്. ഒപ്പം തന്നെ ഫാറ്റ്സിനെ നമ്മൾ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആദ്യം പറഞ്ഞത് സിമ്പിൾ ലിപ്പിഡ്സ്, രണ്ടാമത് പറഞ്ഞ കോമ്പൗണ്ട് ലിപ്പിഡ്സ്, മൂന്നാമത് ഡിറൈവ്ഡ് ലിപ്പിഡ്സ്. സിമ്പിൾ ലിപ്പിഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ട്രൈഗ്ലിസറൈഡ്സ് എന്ന് കിട്ടും. അതുപോലെ തന്നെ കോമ്പൗണ്ട് ലിപ്പിഡ്സ് എന്ന് പറയുമ്പോൾ ഫോസ്ഫോലിപ്പിഡ്സ്, ഡിറൈവ്ഡ് ലിപ്പിഡ്സ് എന്ന് പറയുന്ന കൊളസ്ട്രോൾ ആണ്. ഇനി അടുത്ത പറയുന്നത് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും ഉണ്ട്, അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും ഉണ്ട്. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ഏതൊക്കെയാണ്? ലോറിക്, പാമെറ്റിക്, ആൻഡ് പിന്നെ ഒരെണ്ണം കൂടെ ഉള്ളൂ, സ്റ്റിയറിക് ആസിഡ്. ലോറിക്, പാൽമെറ്റിക് ആൻഡ് സ്റ്റിയറിക് ആസിഡ്. ലോറിക്, പാൽമെറ്റിക്, സ്റ്റിയറിക് ആസിഡ്. ഇതെങ്ങനെ ഓർക്കും? സിമ്പിൾ ആണ്. നിങ്ങൾ LPS സ്കൂൾ അറിയില്ലേ? LPS എന്ന് പറഞ്ഞാൽ ലോവർ പ്രൈമറി സ്കൂൾ. ആ LPS ഓർത്താൽ മതി. LPSൽ ഒരു തടിയൻ കുട്ടനുണ്ട്, അവനാണ് ഫാറ്റ്, അവനാണ് തടിയൻ. ആ LPS ഓർത്താൽ മതി. L ഫോർ ലോറിക് ആസിഡ്, P ഫോർ പാമെറ്റിക് ആസിഡ് ആൻഡ് S ഫോർ സ്റ്റിയറിക് ആസിഡ്. അപ്പൊ 3 ആസിഡുകൾ കിട്ടിയല്ലോ. ഇതെല്ലാം സാച്ചുറേറ്റഡ് ആണോ? ആണ്, സാച്ചുറേറ്റഡ് ആണ്. കുഞ്ഞായിരിക്കുന്ന അവസ്ഥയിലാണ് എപ്പോഴും ഒരാൾ സാച്ചുറേഷൻ അവസ്ഥയിൽ എന്ത് ചെയ്യണം എന്നറിയാതിരിക്കുക. എന്നാൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണ് മുഫ, MUFA ആൻഡ് പുഫ. മുഫയും പുഫയും. മുട്ട പഫ്സും, 2 പഫ്സ് ഓർത്താൽ മതി, മുട്ട പഫ്സും അതുപോലെ തന്നെ പുഫ എന്ന് പറയുന്ന പഫ്സ് ആണ്. മുട്ട പഫ് മുഫ ആൻഡ് PUFA പുഫ. അപ്പൊ കിട്ടിക്കാണും. അടുത്ത ഞാൻ പറയുന്നത് എസെൻഷ്യൽ ആയിട്ടുള്ള ഫാറ്റി ആസിഡ്. ദ മോസ്റ്റ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ് ഈസ് ലിനോയിലെയിക് ആസിഡ് ആണ്. ലിനോലെനിക് അല്ല, ലിനോലെയിക് ആസിഡ്. നമ്മൾ ഏറ്റവും കൂടുതൽ ലവ് അല്ലെ പ്രണയം ചെയ്യുമ്പോൾ നമ്മളെ ഫാറ്റി ആസിഡിനെ പ്രണയിക്കുക, ആ രീതിയിൽ കൺസെപ്റ്റ് എടുത്തു കഴിഞ്ഞാല് ലിനോലെയിക്ക്, നമ്മൾ ലയിച്ചാണ് പ്രണയിക്കുന്നത്. ലിനോലെയിക്ക് ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാറ്റി ആസിഡ്. എസെൻഷ്യൽ ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാറ്റി ആസിഡ് ലിനോലെയിക്ക് ആണ്, ലിനോലെനിക് അല്ല. പിന്നെ ഈ എസെൻഷ്യൽ അല്ലെങ്കിൽ ഫാറ്റി ആസിഡ് ഒരിക്കലും ഹ്യൂമൻസിനെ കൊണ്ട് സിന്തസൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവരെങ്ങനെ ചെയ്യും? നമുക്കത് കിട്ടുന്നത് ഫുഡിൽ നിന്നാണ്. അതുപോലെ തന്നെ ലിനോലെയിക്കിന് ടൈപ്സ് ഉണ്ട്, ലിനോലെനിക്കും ഉണ്ട്, അതുപോലെ തന്നെ അരക്കിഡോണിക് ആസിഡും വരുന്നുണ്ട്. ലിനോലെയിക്ക് നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടും? ലിനോലെനിക് എവിടെ നിന്ന് കിട്ടും? അരക്കിഡോണിക് എവിടെ നിന്ന് കിട്ടും? ലിനോലെയിക്ക് നമുക്ക് കിട്ടുന്നത് സൺഫ്ലവർ ഓയിലിൽ നിന്നാണോ? അല്ല. ലിനോലെയിക്ക് കിട്ടുന്നത് സൺഫ്ലവർ ഓയിലിൽ നിന്നും ഗ്രൗണ്ട്നട്ട് ഓയിലിൽ നിന്നും, 2 സാധനത്തിൽ നിന്നാണ്, സൺഫ്ലവറും ഗ്രൗണ്ട് നട്ടും. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ലിനോലെയിക്ക് എന്ന് വെച്ചാൽ ലയിച്ച് പ്രണയിക്കുക. പ്രണയിക്കുമ്പോൾ നമ്മൾ ബീച്ച് സൈഡിൽ പോയിരിക്കുക എന്ന് ഓർക്കുക. അവിടെ നമ്മുടെ കാമുകിക്ക് സൺഫ്ലവർ ഓയിലും ആയിട്ട് ഇങ്ങനെ ഇരിക്കുക, ആ നല്ല കപ്പലണ്ടിയൊക്കെ കുറച്ചുകൊണ്ടിരിക്കുക. അത് ഓർത്താൽ നിങ്ങൾക്ക് അതിന്റെ സോഴ്സ് കിട്ടും, ലിനോലെയിക്ക്. ഇനി ലിനോലെനിക്ക് കിട്ടാനായിട്ട് നിങ്ങളൊരു പച്ചക്കറിക്കാരനെ ഓർക്കുക. ആ പച്ചക്കറിക്കാരൻ വിൽക്കുന്നത് സോയാബീൻ ആണ്. അപ്പൊ സോയാബീൻ ആൻഡ് ലീഫി ഗ്രീൻ അല്ലെങ്കിൽ ഗ്രീൻ ലീവ്സ്, പച്ച ഇലകള്. അപ്പൊ പച്ചക്കറിക്കാരനാണ് ഇവിടെ പച്ച ഇലകളും പുള്ളി വെക്കുന്ന സോയാബീൻ ആണ്, അതാണ് ലിനോലെനിക്ക്. ഇനി പറയുന്ന അരക്കിഡോണിക്, അരക്ക് താഴെയുള്ള ജീവികൾ ഒന്ന് ആലോചിച്ച. ഒന്നെന്ന് പറയുന്നത് മീറ്റ്, കോഴി ആലോചിക്കുക, കോഴി തരുന്ന മുട്ട ആലോചിക്കുക, പശു തരുന്ന പാലൊക്കെ, ഇതെല്ലാം അരക്കിഡോണിക് ആണ്. മിൽക്ക്, മീറ്റ്, എഗ്, മിൽക്ക് ആണ് അരക്കിഡോണിക്. ഇനി ട്രാൻസ് ഫാറ്റി ആസിഡ് എന്ന് പറയുന്നുണ്ട്. എന്താണ് ട്രാൻസ് ഫാറ്റി ആസിഡ്? ട്രാൻസ് ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് ഐസോമേഴ്സ് ആണ്. എന്തിന്റെ ഐസോമേഴ്സ് ആണ്? സിസ് ഫാറ്റി ആസിഡ്സിന്റെ ഐസോമേഴ്സ് ആണ്. നോർമൽ ആയിട്ടുള്ള സിസ് ഫാറ്റി ആസിഡിന്റെ ഐസോമേഴ്സിന് പറയുന്ന പേരാണ് ട്രാൻസ് ഫാറ്റി ആസിഡ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്
വെൻ പുഫ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പുഫ എന്ന് പറയുന്നത് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്, വെൻ പുഫ ഈസ് ഹൈഡ്രോജനേറ്റഡ് അല്ലെ പുഫ ഹൈഡ്രോജനേഷൻ സംഭവിക്കുമ്പോൾ, ഹൈഡ്രോജനേഷൻ ചെയ്യുമ്പോൾ സച്ചസ് ഇൻ ദ എന്തിന്റെ പ്രൊഡക്ഷനാണ് ഹൈഡ്രോജനൈസേഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് മാർഗരൈൻ, മാർഗാരിന്റെ പ്രൊഡക്ഷനിലും വെജിറ്റബിൾ ഷോർട്ടനിങ്ങിന്റെ പ്രൊഡക്ഷനിലുമാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. അതുപോലെ തന്നെ റിഫൈൻഡ് ഓയിൽ, എന്താണ് റിഫൈൻഡ് ഓയിൽ? റിഫൈൻഡ് ഓയിൽ എന്ന് വെച്ചാൽ മെയിൻലി യൂഷ്വലി ഡൺ ബൈ ട്രീറ്റ്മെന്റ് വിത്ത് സ്റ്റീം, സ്റ്റീമുമായിട്ടുള്ള ട്രീറ്റ്മെന്റ് വെച്ച്, സ്റ്റീം ആൽക്കലി ഇത് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് വെച്ച് ചെയ്യുമ്പോഴാണ് റിഫൈൻഡ് ഓയിൽ കിട്ടുന്നത്. റിഫൈൻഡ് അല്ലെങ്കിൽ റിഫൈനിങ് അല്ലെങ്കിൽ ഡിയോഡറൈസേഷൻ ഓഫ് റോ ഓയിൽസ്, നമുക്ക് കിട്ടുന്ന ഓയിൽസിനെ ഡിഫൈൻ ഡിഫൈൻ അല്ല റിഫൈനിങ് അല്ലെങ്കിൽ ഡിയോഡറൈസിങ് ചെയ്യണമെങ്കിൽ അത് മെയിൻലി അത് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കൈ കിട്ടിയ ഓയിലിന്റെ ഫ്രീ ഫാറ്റി ആസിഡിനെയും റാൻസിഡ് മെറ്റീരിയൽസിനെയും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ട് സാധനങ്ങൾ റിമൂവ് ചെയ്യണം നമുക്ക്. ഒന്ന് ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഫാറ്റി ആസിഡ്, പിന്നെ പറയുന്നത് റാൻസിഡ് മെറ്റീരിയൽസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഫാറ്റി ആസിഡ്സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി പറയുന്നതെന്ന് വെച്ചാല് ഫാറ്റി ആസിഡ്സ് ആണ്. ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് സാച്ചുറേറ്റഡും ഉണ്ട് അൺസാച്ചുറേറ്റഡും ഉണ്ട്. സാച്ചുറേറ്റഡ് ഞാൻ പറഞ്ഞല്ലോ, LPS ഓർത്താൽ നിങ്ങൾക്ക് കിട്ടും. ലോറിക്, പാമെറ്റിക്, സ്റ്റിയറിക് ആസിഡ്, 3 ടൈപ്പ് ആസിഡ്സ്. അത് എവിടെ നിന്നൊക്കെ കിട്ടുമെന്ന് വെച്ചാൽ ലോറിക് ആസിഡ് അത് അനിമൽസിന്റെ ഫാറ്റിൽ നിന്ന് കിട്ടും, പിന്നെ നമുക്ക് കോക്കനട്ടിൽ നിന്ന് കിട്ടും, പാം ഓയിലിൽ നിന്ന് കിട്ടും, 3 സ്ഥലത്തു നിന്ന് കിട്ടും. പിന്നെ പറയുന്നത് അൺസാച്ചുറേറ്റഡ് പുഫയും ലുഫയും, ലുഫയല്ല പുഫയും മുഫയും. പുഫയും മുഫയും കിട്ടുന്ന വെജിറ്റബിൾ ഓയിൽസിൽ നിന്നും ഫിഷ് ഓയിൽസിൽ നിന്നുമാണ് കിട്ടുന്നത്, അല്ലെ ആനിമൽ സോഴ്സ് അല്ലെ വെജിറ്റബിൾ സോഴ്സിൽ നിന്ന് കിട്ടുന്നതാണ് നമ്മുടെ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ്. പിന്നെ പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാറ്റ്, ഫാറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റിയാണ്. ഫാറ്റിന്റെ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സിൽ ഹൈഡ്രോജിനേഷനെ പറ്റി പറയുന്നുണ്ട്. ഹൈഡ്രോജിനേഷൻ നടക്കണമെങ്കിൽ ഒരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസ് വേണം. ഇൻ ദ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ് ലൈക്ക്, എന്താണ് അവിടുത്തെ കാറ്റലിസ്റ്റ്? നിക്കലാണ് ഹൈഡ്രോജിനേഷന്റെ കാറ്റലിസ്റ്റ് നിക്കലാണ്. ദ ലിക്വിഡ് ഫാറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ഇൻ ടു സോളിഡ് ഫാറ്റ്. എന്താ ഹൈഡ്രോജിനേഷൻ? ഹൈഡ്രോജിനേഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആയിരിക്കുന്ന ഫാറ്റിനെ നമ്മൾ പിടിച്ച് സോളിഡ് ഫാറ്റ് ആക്കും. അവിടെ നിക്കലിന്റെ പ്രസൻസ് വേണം. നിക്കലാണ് അവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ലിക്വിഡ് സോളിഡ് ആവുന്നു, ലിക്വിഡ് ആയിട്ടുള്ള ഫാറ്റ് സോളിഡ് ഫാറ്റ് ആവുന്നു, അതാണ് ഹൈഡ്രോജിനേഷൻ. പിന്നെ പറയുന്ന എമൽസിഫിക്കേഷൻ, രണ്ടാമത് പറയുന്നത് എമൽസിഫിക്കേഷൻ എന്നാണ്. എമൽസിഫിക്കേഷൻ എന്ന് വെച്ചാൽ പ്രോസസ് ഓഫ് ഡിസ്പേഴ്സിങ് വൺ ഇമ്മിസിബിൾ ലിക്വിഡ്, അതായത് ഇമ്മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡിനെ വേറൊരു ഇമ്മിസിബിൾ ലിക്വിഡിലേക്ക് നമ്മൾ ഡിസ്പേഴ്സ് ചെയ്യുന്നു. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇമൾസിഫിക്കേഷൻ. ഇമൾസിഫിക്കേഷൻ എന്ന് ഓർത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഡിസ്പേർഷൻ ഓർക്കണം. ഡിസ്പോസ് ചെയ്യുവാണ്, അതായത് ഒരു ഇമ്മേഴ്സിബിൾ ആയിട്ടുള്ള ലിക്വിഡിനെ വേറൊരു ഇമ്മേഴ്സിബിൾ ആയിട്ടുള്ള ലിക്വിഡിലേക്ക് ഡിസ്പോസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എമൾസിഫിക്കേഷൻ. പിന്നെ പറയുന്നതാണ് സാപ്പോണിഫിക്കേഷൻ. സാപ്പോണിഫിക്കേഷൻ എന്ന് വെച്ചാല് ഫാറ്റി ആസിഡ് കമ്പൈൻ ചെയ്യുമ്പോൾ വിത്ത് എ കാറ്റയോൺ വെച്ചിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ വിച്ച് വിൽ ഫോം എ സോപ്പ് ഉണ്ടാവുന്ന. സാപ്പോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സോപ്പ് ഉണ്ടാവുന്ന എങ്ങനെയാന്ന് വെച്ചാല് നമ്മുടെ ഫാറ്റി ആസിഡ് നമ്മൾ ഒരു കാറ്റയോണുമായിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് സോപ്പ് ഉണ്ടാവും, വിച്ച് വിൽ ഫോം എ സോപ്പ്. ഇനി റാൻസിഡിറ്റി എന്ന് വെച്ചാല് when fats are exposed to excess of atmospheric oxygen, നമ്മുടെ ഫാറ്റ് എക്സസ് ആയിട്ട് അറ്റ്മോസ്ഫറിക് ഓക്സിജനുമായിട്ട് റൂം ടെമ്പറേച്ചറിൽ എക്സ്പോസ് ആയി കഴിഞ്ഞാൽ ഇറ്റ് റിസൾട്ട് എ ചേഞ്ച് ഇൻ ദ ഓർഡറിനും ഫ്ലേവറിനും ഒരു ചേഞ്ച് വരും, അതാണ് റാൻസിഡിറ്റി. നമ്മുടെ ഫാറ്റ് വെറുതെ ഓപ്പൺ എയറിൽ ഇരുന്ന് കഴിയുമ്പോൾ അറ്റ്മോസ്ഫറിക് ഓക്സിജനുമായിട്ട് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ റൂം ടെമ്പറേച്ചറിൽ ഇതിന്റെ എന്താ പറയാ ഓർഡറിനും ഫ്ലേവറിനും മാറ്റം വരും, അതാണ് റാൻസിഡിറ്റി.
റാൻസിഡിറ്റി നമ്മൾ നേരത്തെ പോയിന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റാൻ ആസിഡ് മെറ്റീരിയൽസ് ആൻഡ് ഫ്രീ ഫാറ്റി ആസിഡ് റിഫൈൻഡ് ഓയിൽസിന്റെ കേസ് പറയുന്നുണ്ട്. ഇനി അടുത്തത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫാറ്റിനെ പറ്റി പറയുന്നത്. ഫാറ്റിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷന്റെ ഒരു വീഡിയോ കാണും. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട്, അതുപോലെ ഫാറ്റിന്റെ അകത്ത് പറയാത്ത അഡീഷണൽ പോയിന്റ്സും അടുത്ത വീഡിയോയിൽ പറയും. അപ്പൊ വീണ്ടും അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.